ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റൈല് കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് ചായ കുടിക്കണ്ടേ. നമ്മളവിടുത്തെ പോലെ ഗ്ലാസ്സിലല്ല, ഇതുപോലെ പരന്ന പ്ലേറ്റിലായിരിക്കും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒട്ടകത്തിൻ്റെ മേത്തൊക്കെ കുറേ ഡിസൈൻസ് കാണാം. ഗൈസ്, ഇന്നൊരു വെറൈറ്റി കാഴ്ച കണ്ടോ. നിങ്ങളൊരു വെള്ള എരുമേനെ കണ്ടിട്ടുണ്ടോ? എരുമയാണോ പോത്താണോ ദൈവമേ. ബയോകെമിസ്ട്രിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബിരണ്ടിയാറ, ഗുജറാത്തിലെ ബിരണ്ടിയാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 30-35 കിലോമീറ്ററോളാണ് നമ്മുടെ വൈറ്റ് റണ്ണിലേക്ക് നമുക്കിനി പോകാനുള്ള. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ അയൽ സംസ്ഥാനത്തെ, അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ നമ്മുടെ നാം ഭൂൽഗയ സമ്പത്ത് ഭായി നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ആളിവിടെ ഇറങ്ങാണ്. ആളിവിടെ പണിക്ക് വന്നതാണ്, നാട്ടിൽ നിന്ന് കോൺട്രാക്ട് പണിക്ക് വന്നതാണ്. പിന്നെ നമുക്ക് നേരെ വൈറ്റ് റണ്ണിലേക്ക് ലിഫ്റ്റ് അടിച്ച് പോവാം. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഫുള്ള് ഒരു വിജനമായ പ്രദേശമാണ്. ഒരു വീട് പോലും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ലിഫ്റ്റൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ നേരമായി ഇവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ട്. അതായത് നമ്മുടെ ബിരണ്ടിയാറ ബസ് സ്റ്റോപ്പിൽ, ഞാൻ അവിടെ നിന്ന് ഭുജിൽ നിന്ന് ബിരണ്ടിയാറ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് വഴിയാണ് വന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് നമുക്കൊരു വഴി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നിന്ന് ഫുൾ സ്ട്രെയിറ്റ് ആണ് നമ്മുടെ ഈ പറഞ്ഞ വൈറ്റ് റണ്ണിലേക്ക്. കണ്ടോ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഫുള്ള് കുറ്റിക്കാടുകളാണ് ഫുള്ള്. ഗൈസ്, അപ്പോൾ ഒരുപാട് ദൂരം നമ്മൾ നടന്നതിന് ശേഷം നമുക്ക് അവസാനം ഒരു ബൈക്ക് കാത്തിരുന്ന് ഒരു ബൈക്ക് കിട്ടി. കാരണം അതിന് മാത്രം ഒരു വിജന പ്രദേശമായിരുന്നു. 10-25 കിലോമീറ്ററോളം ആ ഭാഗം മൊത്തം വിജനായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അങ്ങനെ അവസാനം ഇവിടെ നമ്മുടെ കച്ചിലെ വൈറ്റ് ഡെസേർട്ടിലേക്ക്, അതായത് റാൺ ഓഫ് കച്ചിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിവിടെ BSF പിടിച്ചു നിർത്തിയേക്കാണ് കേട്ടോ. വീഡിയോ യൂട്യൂബ്. അപ്പോൾ അവരെന്താ പിടിച്ചു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡറാണ്. അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി റീസൺസൊക്കെ കാരണം കൊണ്ടാണ് നമ്മളവിടെ പിടിച്ചു നിർത്തിയത്. വേറൊന്നല്ല, അവിടേക്ക് അകത്തേക്ക്, അതായത് ഈ റാൺ ഓഫ് കച്ചിൻ്റെ അകത്തേക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ പെർമിഷൻ എടുക്കണം. പക്ഷെ ഞാനിങ്ങനെയാണ് വന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ ഇവിടെ സൈഡിലിരിക്കി, ഏതെങ്കിലും ഒരു വണ്ടി വരും, അവർ പെർമിഷൻ എടുക്കും. അപ്പോൾ അവരോടൊപ്പം കയറി പോകാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ കയറി പോകാനുള്ള ഭാഗ്യം കിട്ടി. യെസ്, വലിയ പ്രൊസീജിയറൊന്നും ഇല്ല കേട്ടോ. അത് ഓൺലൈൻ വഴി നമുക്ക് ഇതിൻ്റെ പെർമിഷൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ കിട്ടും. 100 രൂപ കണ്ട് അതിൻ്റെ ഫീസ് അവർ പറയണേ. അപ്പോൾ ആ കാണുന്ന ഭാഗത്തേക്ക് ഇനി നമുക്ക് കുറേ നടന്നു പോകാനുണ്ട്. അവിടെയാണ് ഈ ഫുൾ വൈറ്റ് കളറായിട്ട് മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കണേ. അപ്പോൾ അതിന് മുമ്പ് നമുക്കിവിടെ കുറച്ച് ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ പാരാഗ്ലൈഡിങ്ങിൻ്റെ സംഭവമൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ കയറി പൊന്തി പോണാണ്ടോ. ഇത് പാരച്യൂട്ട് ഫിറ്റ് ചെയ്യാത്ത അതിൻ്റെ ബാക്കിയത്തെ പരിപാടികളും കാര്യങ്ങളാണ്, എൻജിനും കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ. ഇത് ഇവിടെ കുതിര വണ്ടികളും അതുപോലെ തന്നെ ഒട്ടക വണ്ടികളൊക്കെ കാണാം. അപ്പം ഇതിൻ്റെ പുറത്തിരുന്നുള്ള സവാരിയാണ്. പക്ഷേ നമ്മൾ പൈസ ഇല്ലാതെ വരുന്നത് കാരണം കൊണ്ട് നമ്മളിതിലൊന്നും പോകണില്ല. ബാക്കിയുള്ളവർ പോകണത് കണ്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നൈറ്റ് വരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് സ്റ്റേ അടിക്കും. ഇവർ പക്ഷെ സമ്മതിക്കുമോ അറിയില്ല BSF. കാരണം ടെൻ്റ് അടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് ഒക്കെ കാണാം. ഗൈസ്, അപ്പോൾ ഇവിടെ ഈ സെറ്റും കാര്യമിട്ടാണത്. ഇപ്പോൾ റാണുത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് December 31 അതോ 1 തുടങ്ങി February 20 വരെ. എന്തായാലും എനിക്ക് February 20 മുമ്പ് തന്നെ ഇവിടെ എനിക്ക് എത്താൻ പറ്റി. അപ്പോൾ ഇവിടെ റാണുത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും നൈറ്റ് ആയിരിക്കും പരിപാടികളൊക്കെ ഉണ്ടാവുക. ഉണ്ടോ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒട്ടകത്തിൻ്റെ മേത്തൊക്കെ കുറേ ഡിസൈൻസ് കാണാം. അത് ഒട്ടകത്തിൻ്റെ ഡിസൈനല്ല, ഇവിടെ അവർ എന്തോ പച്ച കുത്തണ പോലെ എന്തോ കുത്തണ ഒരു സംഭവമാണ്. അപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിരിക്കുകയാണ് ഈ ഒട്ടകത്തിനെയൊക്കെ.
അപ്പോൾ കച്ചിലെ ഈ ഒരു വൈറ്റ് ഡെസേർട്ട് ഭാഗത്തേക്ക് വരുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇവിടുത്തെ മെയിൻ സീസൺ. ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഡെസേർട്ടായിട്ട് കാണാൻ പറ്റുക. അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളം കയറും. അതായത് മൺസൂൺ സമയത്ത് ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് എന്തായാലും എൻജോയ് ചെയ്യണം. കാരണം അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഇത് വന്ന് തന്നെ കണ്ട് കാണണം. ഇങ്ങനെ വീഡിയോയിൽ കണ്ടതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നേരിട്ട് കണ്ട് അനുഭവിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ പറഞ്ഞ വൈറ്റ് ഡെസേർട്ട് കച്ചിലെ. അപ്പോൾ ഗൈസ്, ഈ കാണുന്ന ഭയ്യ നമുക്ക് വഹേദ് എന്നാണ് പേര്, വഹേദ് ആള് നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ആളെനിക്ക് ഒരു ഒട്ടകത്തിന് പുറത്ത് റൈഡ് തന്നു. പക്ഷെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഒരു കൊച്ചിൻ്റെ ഇല കൊടുത്തായിരുന്നേ, പക്ഷെ അത് സ്ലോ മോഷനിൽ എടുത്തായിരുന്നോണ്ട് നമുക്കത് ഞാൻ നോക്കാം, ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒട്ടകത്തിൻ്റെ പുറത്ത്. താങ്ക്സ്. ഓക്കെ, ഇതുപോലെയുള്ള നല്ല മനുഷ്യർ നമ്മുടെ ഒപ്പം കൂടെ ഉള്ളതാണ് നമ്മുടെ ഈ യാത്രയുടെ വിജയം. നമ്മളിപ്പോൾ അതേ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നെത്തിയിട്ടോ. ഇവിടെ നോക്കുമ്പോൾ ഫുള്ള് ചെളി മിക്സ് ചെയ്തേക്കാണ്. അതായത് മറ്റേ ബഗ്ഗി വണ്ടികളുണ്ടല്ലോ, അപ്പോൾ അത് ഇതിലൂടെ കുറേ ഓടിച്ചടക്കുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇവിടെ ഫുള്ള് ചെളിയായാണ്. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഫുള്ള് ഉപ്പ് തന്നെയാണ്. കണ്ടോ നമ്മുടെ വീട്ടിലെ കല്ലുപ്പില്ലേ, അതന്നെ സംഭവം. ഇവിടെ അടുത്ത മാസം ഇവിടെ ഫുള്ള് വെള്ളം വന്ന് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഫെബ്രുവരി, അതായത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് സീസൺ. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാം ഫുള്ള് വൈറ്റ് ഡെസേർട്ട്. അപ്പോൾ ഇപ്പോൾ സമയം 12:30 അടുത്തായി. എൻ്റെ മൊബൈലിലെ ചാർജും തീരാറായിട്ടുണ്ട്. അപ്പോൾ നല്ല പൊരിഞ്ഞ വെയിലുണ്ട് ഇവിടെ. ഞാനിപ്പോൾ ഈ വൈറ്റ് ഡെസേർട്ടിൽ ഇപ്പോൾ അധികം നേരം നിൽക്കണില്ല. ഞാനിവിടെ നൈറ്റ് ടെൻ്റ് അടിച്ച് കിടക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇവിടെ വൈകിട്ട് കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തോ സംസ്കൃതി അങ്ങനെ കുറച്ച് പ്രോഗ്രാം എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ നിൽക്കണില്ല. കാരണം ഇവിടെ നമുക്ക് ടെൻ്റ് അടിച്ച് കിടക്കാൻ പറ്റില്ല എന്നാണ് ഇവിടുത്തെ BSF പറഞ്ഞത്. കാരണം 8 മണിക്ക് ശേഷം ഇവിടുന്ന് എല്ലാവരെയും, ഒരാളെ പോലും ഇവിടെ നിർത്തില്ല, എല്ലാവരെയും പറഞ്ഞു വിടും ഇവിടുന്ന്. അപ്പോൾ ഇവിടെ അധികം നേരം നിൽക്കണോണ്ട് അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് റോഡ് ടു ഹെവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ റീലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, റോഡ് ടു ഹെവൻ, അവിടേക്കാണ് ഞാനിപ്പോൾ പോകാനായിട്ട് നോക്കണേ. എത്തുമെന്നറിയില്ല, നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു കടയിലുള്ളൊരു പുള്ളിക്കാരൻ പറഞ്ഞ് ആളുടെ ബൈക്ക് എടുത്തുകൊണ്ട് പോയി കറങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അത്രയും വിശ്വാസത്തോടു കൂടിയാണ് ആൾ നമുക്ക് എന്താ പറയുക ബൈക്കൊക്കെ നമുക്ക് തന്നെ. പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എങ്ങനെയെങ്കിലും നടന്നും വണ്ടിയൊക്കെ കൈ കാണിച്ച് പോക്കോളാം എന്നാണ് പറഞ്ഞത്. കാരണം ഞാളുടെ ബൈക്ക് കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ വരുത്തി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. സോ നമ്മളിപ്പോൾ നേരെ നമ്മുടെ റോഡ് ടു ഹെവനിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. എത്തുമെന്നറിയില്ല, നോക്കാം. അപ്പോൾ ഇത് ആ ബൈക്കുമ്പോൾ പോണ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസുകാരൻ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന്, അതായത് ഒരുപാട് ദൂരമുണ്ട്. ആ കാണുന്ന എൻട്രൻസിൽ നിന്ന് നമ്മൾ ഈ നേരത്തെ കണ്ട വൈറ്റ് ഡെസേർട്ട് അവിടേക്ക് ഒരു 4-5 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഗേറ്റിൽ നിന്ന് അടുത്ത ഗേറ്റ് വരെ ഒരു 2-2.5 കിലോമീറ്റർ. അത് ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അത് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ പുള്ളിക്കാരൻ, ഐ മീൻ നമ്മുടെ സാറ്, പോലീസ് സാറ്, അപ്പോൾ ആള് നമുക്ക് ലിഫ്റ്റ് തന്നെ. അത് വലിയൊരു ഉപകാരമായി. കാരണം പൊരിഞ്ഞ വെയിലാണ് ഇവിടെ. ഞാനൊരു വണ്ടിക്ക് വേണ്ടി നോക്കിക്കായിരുന്നു, അപ്പോൾ ആള് നമുക്ക് തന്ന്. അത് വലിയ ഉപകാരമായി. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മുടെ റോഡ് ടു ഹെവൻ, അത് ഈ വഴി നേരെ തന്നെയാണെന്ന് പറഞ്ഞത്. പക്ഷെ ഒരു 80 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നടന്ന് എല്ലാ വണ്ടികളും നോക്കി ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാം. അപ്പോൾ ആള് പറഞ്ഞത്, നമ്മുടെ ഈ പോലീസുകാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും വൈകുന്നേരം വരണം, നിറച്ചും കൾച്ചറൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അപ്പോഴാണ്, അതുപോലെ തന്നെ ലൈറ്റിങ് കാര്യങ്ങൾ അപ്പോഴാണ്. പക്ഷേ എനിക്കിവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് വേറെ അങ്ങോട്ടും പോകാനും പറ്റില്ല. കാരണം ഫുൾ വിജനായിട്ടുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് നേരത്തെ തന്നെ തിരിക്കുകയാണ്. പിന്നീട് ഒരിക്കൽ എൻജോയ്മെൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നാട്ടിൽ ചെന്നിട്ട് ഫ്രണ്ട്സും കേരളമായിട്ട് വരാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ഈ കാണുന്ന ഏരിയ മൊത്തം നമ്മുടെ ഈ വൈറ്റ് ഡെസേർട്ടിനോടനുബന്ധിച്ചുള്ള റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇതാണ്. അറ്റത്ത് കാണാം ഫുള്ള് ടെൻ്റ് അടിച്ചുള്ള നമ്മുടെ സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അകത്ത് കയറി താമസിക്കുകയാണെന്ന് തന്നെ നല്ല റേറ്റ് വരും. അപ്പോൾ ഇപ്പുറ സൈഡ് പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് തരിശായിട്ട് ഇങ്ങനെ കിടക്കാണ്. ഇവിടെ ചെറിയൊരു ലേക്ക് പോലെ കാണാം. പിന്നെ അതുപോലെ തന്നെ വെയിൽ, നല്ല വെയിലുമാണ്. അപ്പോൾ ഗൈസ്, ശരിക്കും ഞാൻ പെട്ടു. കാരണം മൊത്തം മരുഭൂമിയാണ്, വെയിലുമാണ്, ഒരു വണ്ടി പോലും കിട്ടണില്ല.
ആകെ പെട്ട അവസ്ഥയായി. ഞാൻ ആകെ ഒരു കാലിച്ചായ മാത്രം കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, വേറെ കഴിക്കാൻ ഫുഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ബാഗിൻ്റെ ലോഡും നല്ല ലോഡാണ്, ശരിക്കും പെട്ടു. ഇനിയിപ്പോൾ ഒരു വണ്ടി, കുറേ ആയ ഒരു വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കല്ല നടക്കാറുന്നു, ഇപ്പോഴാണ് നിന്നിരുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഫുള്ള് മരുഭൂമി പ്രദേശമാണ്. അപ്പോൾ ആകെ പെട്ട അവസ്ഥയായി. ഇനിയും ഒരുപാട് ദൂരം നടക്കാനുണ്ട്, എന്നാൽ തന്നെ സിറ്റി എത്തുള്ളൂ. सब कुछ कच्चे कपड़े देखो। हाँ 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 हाँ, बिजनेस माइंड. അങ്ങനെ നമ്മുടെ റോഡ് ഓഫ് ഹെവനിലൂടെ നമ്മൾ ധോലാവീരയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എത്തിയിട്ടില്ല, ഇനി ഒരു 5 കിലോമീറ്ററും കൂടി ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇത് ശരിക്കും ഒരു ദ്വീപ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, അത് ഫുള്ളും വെള്ളത്തിനാൽ ചുറ്റപ്പെട്ട് ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ എന്താ പറയുക, വെള്ളമൊന്നും കാണില്ല, ഇപ്പോൾ ഫുള്ള് വൈറ്റ് റാണായിട്ട് അവിടെ കിടക്കാണ് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ ഇന്നത്തെ സ്റ്റേ മിക്കവാറും ഇവിടെ അടിക്കേണ്ടി വരും. ഇവിടെ ആകെ ഒരു ഹോട്ടൽ ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടെ. യെസ്, കുറേ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കച്ചിലെ വൈറ്റ് റാൺ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെ ധോലാവീര ഭാഗത്തേക്ക് വരുന്നവർക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള കുറേ റിസോർട്ടുകൾ കാണാൻ പറ്റും. ഇത് കച്ചിൽ വന്നപ്പോൾ ഉള്ള എനിക്ക് കാണാൻ സാധിച്ച ഒരു പ്രത്യേക ഡിസൈനാണ്. ഇതുപോലെ കണ്ടോ, മുകളിൽ വൈക്കോലോ എന്തോ സാധനമാണെന്ന് തോന്നുന്നു, അതുപോലെ ഇങ്ങനെ കെട്ടി വെച്ചുള്ള കൂരകളുള്ള വീടുകളാണ് ഇവിടെ മൊത്തം കാണുന്നത്. ഇവിടെ ആയാലും നമ്മൾ നേരത്തെ പോയ വൈറ്റ് റണ്ണിലായാലും ഇതുപോലത്തെ കുറേ റിസോർട്ടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ട്, ആ വാതിലിന് ചുറ്റുമുള്ള ഡിസൈൻസും ഒക്കെ മൊത്തം ഈ കച്ചിലെ പുരാതന ഡിസൈൻസാണ്. അതിലവരുടെ ഞാൻ ശ്രദ്ധിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ട പോലെ ഈ ഡിസൈൻസിൽ മൊത്തം ഒരു മിററും കൂടി ഉണ്ടാവും, മിററിൻ്റെ ഒരു പീസും കൂടി. ഇത് മൊത്തം ഒരു കൈ കൊണ്ട് ചെയ്യുന്ന വർക്കാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഇതുപോലെ കണ്ടോ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അതായത് BSFൻ്റെ നിറച്ചും ഓഫീസുകളായിരിക്കും ഇവിടെ മൊത്തം. കാരണം ഇനി ഇവിടെ നിന്ന് അങ്ങ് കുറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകിസ്ഥാനായിരിക്കും, പാകിസ്ഥാൻ ബോർഡറാണ്. അപ്പോൾ പാകിസ്ഥാൻ ബോർഡറിന് കുറേ മുമ്പായിട്ട് നമുക്ക് ഈ BSF വരെ കാണാൻ പറ്റും. നമുക്ക് അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും കടന്നു ചെല്ലാൻ പറ്റില്ല. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പാകിസ്ഥാനിൽ ജസ്റ്റ് ഒന്ന് കാല് കുത്തണത്, അതെന്തായാലും നടക്കൂല. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെയുള്ള ചെറിയ ചെറിയ കുറ്റിക്കാടുകളൊക്കെ കണ്ടോ. ഇവിടുത്തെ ഈ വീടിനൊരു പ്രത്യേക ഡിസൈനല്ല, അതായത് മൊത്തം ഇവിടുത്തെ ഒരു പ്രത്യേക കല്ല് കൊണ്ട് നിർമ്മിച്ചാണ് വീടുകളാണ്. ഇതുപോലത്തെ വീടുകളൊക്കെ വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, പക്ഷെ നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ ട്രാക്ടറിലാണ് നമ്മൾ ഇവിടുത്തെ, അതായത് 5000 വർഷം പഴക്കമുള്ള ഈ ഒരു മ്യൂസിയത്തിൻ്റെ അവിടേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. ആളുടെ പേര് സഞ്ജയ് എന്നാണ്. ആൾ നമുക്കിത് ഫുഡൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട്, ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇന്നത്തെ. അപ്പോൾ ആൾ ഇന്നത്തെ ഈ ഒരു വിശപ്പകറ്റാൻ, എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആൾക്ക് എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. അപ്പോൾ ആൾ മേടിച്ചു തന്നതാണ്. അപ്പോൾ ഈ മ്യൂസിയം എന്ന് എന്താണ്, അപ്പോൾ ആൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ ടൈമിങ് ഏതാണ്ട് 6 മണി വരെ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് 20 മിനിറ്റ് ആവാം, അതായത് 5000 വർഷം പഴക്കമുള്ള ആ ഒരു വില്ലേജ് ഇപ്പോൾ കണ്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ 20 മിനിറ്റ് കൊണ്ടൊന്നും എന്തായാലും കണ്ടു തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഏതാണ്ട് ഒരു 2 മണിക്കൂറുള്ള എടുക്കും. കാരണം 250 ഏക്കറോളം സ്ഥലത്ത് മൊത്തം വ്യാപിച്ചിടക്കുന്നൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ നമ്മൾ വന്നിട്ട് ഇവിടെ മൊത്തം, അതായത് ആ കാണുന്ന വില്ലേജും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മ്യൂസിയം കണ്ടു തീർക്കാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്നത്തെ സ്റ്റേ, ഞാൻ ടെൻ്റ് അടിച്ച് കിടക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഭുജിൽ നിന്ന് പരിചയപ്പെട്ട പ്രവീണിൻ്റെ ചേട്ടൻ, അതായത് അവൻ്റെ വീട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോയി സ്റ്റേ ചെയ്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും ആളെ വെയിറ്റ് ചെയ്യാണ് ഞാൻ. ആളെ വെയിറ്റ് ചെയ്യാൻ മീൻസ് നമുക്ക് ഇനി കുറച്ച് ഇവിടെ ഒരു ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ആളെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇന്നൊരു വെറൈറ്റി കാഴ്ച കണ്ടോ. നിങ്ങളൊരു വെള്ള എരുമേനെ കണ്ടിട്ടുണ്ടോ? എരുമയാണോ പോത്താണോ ദൈവമേ? അതാണ് ഈ കാണുന്നത്.
ഇനി രോഗം വന്നാണോന്ന് അറിയില്ല, പക്ഷെ ഒരു വെറൈറ്റി കണ്ടപ്പോൾ അത് വീഡിയോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെമ്പ് കളറിലത് അപ്പുറത്തെ കൂടെ പോകുന്നുണ്ട്. ഒരുത്തം നമ്മളെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ആഹാ, അവിടെ സൂര്യൻ്റെ ഇന്ന് ഉറങ്ങാനുള്ള പണിയായിട്ടുണ്ട്. പ്രവീൺ ഭായിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവൻ്റെ ചേട്ടനാണ് ഈ നരേഷ്. അപ്പോൾ ആള് നമുക്കിന്ന് ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റൈല് കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് ചായ കുടിക്കണ്ടേ. നമ്മളവിടുത്തെ പോലെ ഗ്ലാസ്സിലല്ല, ഇതുപോലെ പരന്ന പ്ലേറ്റിലായിരിക്കും. ഞാൻ ഈ കച്ചിൽ വന്നപ്പോൾ ശ്രദ്ധിച്ച കാര്യം കേട്ടോ, ഇതുപോലെ ചായയൊക്കെ. ഇതാണ് എൻ്റെ വീടും കാര്യങ്ങളൊക്കെ, ഫുള്ള് കച്ച് ഡിസൈൻസ് ഒക്കെയാണ്. ഇപ്പോൾ ഞാൻ ഈ പ്രവീണിൻ്റെ വീട്ടിൽ നിന്നും ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ധോലാവീര എന്ന് പറയുന്ന സ്ഥലമാണ്, അതായത് കച്ചിലെ ധോലാവീര, അതായത് ലാസ്റ്റ് വില്ലേജാണത്. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡർ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വീടിൻ്റെ ഡിസൈൻ കണ്ടോ, ഡിസൈൻ മീൻസ് ഇവിടുത്തെ എല്ലാ വീടുകളിലും മുകളിൽ ഇതുപോലെ മുള വെച്ച് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓട് വയ്ക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ചൂട് കൂടിയ സ്ഥലമാണ്. അപ്പോൾ ഇച്ചിരി കൂളിംഗ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. അതേ ഇവിടെ നമ്മുടെ ബ്രോ നമുക്ക് വേണ്ടി മാഗിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ വസ്ത്രധാരണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചേച്ചീനെ കണ്ടോ, അത് എന്താ പറയുക, കൈമ കുറേ വളകൾ പോലെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പ്രത്യേകതരം സ്റ്റൈലാണ്. അതിവിടുത്തെ കച്ചിലെ ആൾക്കാരുടെ ഒരു പ്രത്യേക ഡിസൈനും കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ വിശേഷങ്ങൾ. കാരണം ഇവിടുത്തെ വീടുകളൊക്കെ കല്ല് കൊണ്ട്, അതായത് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേക തരം കല്ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേക കല്ല് വെച്ചാണ് ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ പണിതിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവരുടെ ഇത് അതായത് ഇവിടുത്തെ ഷാദി, അത് കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സാധനം ഇടണേ. വളകളാണ്, അതായത് ആ ഒരു പല പല ഷേപ്പിലുള്ള വളകൾ ഇങ്ങനെ ഉണ്ടാക്കി ഒരു കോൺ ഷേപ്പിൽ ആക്കി എടുത്തേക്കാണ്. എന്താ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷമായിരിക്കും ഇങ്ങനെ ഈ സാധനങ്ങൾ ഇടാം. മെയിനായിട്ട് ഇവർ ആനയുടെ ഈ പല്ല് മറ്റേ കൊമ്പ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കണത്. പക്ഷേ ഇവർ പൈസ ഒന്നും അധികം ഇല്ലാത്ത കാരണം കൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ ഭാഷ പോലത്തെ മലയാളം അവർക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവണില്ല. ഇവിടുത്തെ ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഒരു മ്യൂസിയത്തിലേക്ക് വരാമെന്ന് ഇവിടുത്തെ. അപ്പോൾ ആ മ്യൂസിയത്തിലേക്ക് വന്നേക്കാണ്. ഇതാണ് ഈ നമ്മുടെ ഈ ഒരു ധോലാവീരയുടെ മൊത്തം വില്ലേജിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചേക്കണമെന്നാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കണ്ടോ, കുറേ എന്തോ ഇവരുടെ, അതായത് 5000 വർഷം പഴക്കമുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഇതിലെന്തോ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് വായിക്കാൻ പറ്റുന്നില്ല. ഓ, കറണ്ട് പോയി. ഇത് മൊത്തം 5000 വർഷം പഴക്കമുള്ള സംഭവങ്ങളാട്ടോ ഇവിടെ മൊത്തം കാണുന്നത്. അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ സോഷ്യലിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഹറപ്പൻ സിവിലൈസേഷൻ. യെസ്, അങ്ങനെ പറഞ്ഞൊരു ഗോത്രവർഗം തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവരുപയോഗിച്ച സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ലൈറ്റ് പോയ കാരണം കൊണ്ട് നമുക്ക് ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണില്ല. കണ്ടോ, അവിടെ നോക്കി കഴിഞ്ഞാൽ മൊത്തം കാണാൻ പറ്റും അവരന്ന് ഉപയോഗിച്ചിരുന്ന പല പല സാധനങ്ങൾ. ഈ പുരാതന സിറ്റിയിലേക്കാണ് കടക്കാൻ പോണേ. അതായത് കണ്ടോ, കമ്പോണൻസ് ഓഫ് ധോലാവീര. ഇതൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സിറ്റി ആയിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തേക്കാണ് നമ്മളിപ്പോൾ കടക്കാനായിട്ട് പോണേ. അതായത് ഇവിടുത്തെ ആൾക്കാർക്ക് വെള്ളത്തിന് ഭയങ്കര ക്ഷാമം അനുഭവിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഇതൊരു നല്ല പ്ലാനിങ്ങോട് കൂടി നിർമ്മിച്ച ഒരു സിറ്റിയാണിത്. അതായത് വെള്ളം കൃത്യമായിട്ട് എല്ലാവർക്കും എത്തിക്കാനും യൂസ് ചെയ്യാനും വേണ്ടി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഈസ്റ്റേൺ സൈഡിലുള്ള ഒരു റിസർവോയറാണ് ഈ കാണുന്നത്. കണ്ടോ, ഇത് 5000 വർഷം പഴക്കമുള്ളതാണ്. അതുപോലെ തന്നെ ഇത് അതിനുശേഷം മണ്ണിൽ ഇത് മൂടിപ്പോയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് വീണ്ടും എക്സ്കവേറ്റ് ചെയ്തെടുത്ത ഒരു ഏരിയയാണ് ഈ കാണുന്നത്, ഹെറിറ്റേജ് ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഈ ഒരു കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ചെരിച്ചാണ് പണിതിരിക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവണമെന്ന് അറിയില്ല.
ഓക്കെ, അതായത് ചെരിച്ച് പണിയുമ്പോൾ അത്രയും എന്താ പറയുക, നല്ല സ്ട്രോങ് ആയിരിക്കും. പെട്ടെന്നൊരു ഭൂകമ്പമൊക്കെ ഉണ്ടായാൽ പോലും അങ്ങനെ തകർന്ന് വീഴില്ല. അതുപോലെ തന്നെ ഇടയിൽ ഫുള്ള് മണ്ണും, അതായത് ഇവിടുത്തെ ഒരു പ്രത്യേക തരം ഈ എന്താ പറയുക ചുണ്ണാമ്പൊക്കെ കലർന്നൊരു സ്റ്റോൺസാണ് ഈ കാണുന്നത്. അപ്പോൾ പല കളറിൽ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോൺസ് വെച്ചാണ് ഇത് പണിതിരിക്കണം. അതിൻ്റെ ഇടയിൽ ഫുള്ള് മണ്ണ് നിറച്ചേക്കാണ്. പക്ഷെ ഇപ്പോൾ ഇവർ ഇവിടെ സിമെൻറ്റ് ഇട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ ഇത് ഈ ഒരു ഇത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റിയുടെ മുകളിലാണ് നിൽക്കണേ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതൊക്കെ ഓരോ റൂമുകളായിരുന്നു. ഇതിൻ്റെ മുകളിൽ കല്ലുകൾ കൊണ്ട് പണിത് വെച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇതെന്തോ കാലങ്ങൾക്ക് ശേഷം ഇതൊക്കെ തകർന്നു പോയി. ഇവിടെ കുറേ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ശരിക്കും ഒരു ഗൈഡിനെ കിട്ടും. പക്ഷേ ഗൈഡിന് നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും. 500 രൂപ 800 രൂപ കൊടുക്കേണ്ടി വരും നമുക്ക് ഇതൊക്കെ മൊത്തം പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ. ഈ ഒരു ഹരപ്പൻ സിറ്റി 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതായത് അപ്പർ ടൗൺ, മിഡിൽ ടൗൺ ആൻഡ് ലോവർ ടൗൺ. അതായത് അപ്പർ ടൗണിൽ ഈ പറഞ്ഞ മാതിരി വലിയ വലിയ ആളുകളൊക്കെ അവിടെ താമസിച്ചിരുന്നു. അതുപോലെ തന്നെ മിഡിൽ ടൗണിലാണ് ഇവിടുത്തെ ബസാറും മാർക്കറ്റും കാര്യങ്ങളൊക്കെ നടന്നത്. ലോവർ ടൗണിൽ എന്താണെന്ന്, അതായത് അവിടുത്തെ കുറേ വർക്കേഴ്സ്, അതായത് ഇവിടെ കുറേ ഗോൾഡുകളും അതുപോലെ തന്നെ മുത്തുകൊണ്ടുള്ള കുറേ വർക്കുകൾ ചെയ്തിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ആ പണികളൊക്കെ നടന്നിരുന്നത് ആ ഭാഗത്താണ്. അപ്പോൾ ഇനി ഫുള്ള് കറങ്ങി കാണാനുള്ള സമയമില്ല. കാരണം 250 ഏക്കറോളം ഇത് വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നമ്മൾ നേരെ വുഡൻ ഫോസിൽസിൻ്റെ ഒരു പാർക്കുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോയി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ നമ്മൾ ഹരാപ്പൻ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറിയിട്ട് ഇതേ ഇവിടെ നമ്മുടെ വുഡൻ ഫോസിൽ പാർക്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആ കാണുന്നത് മൊത്തം വൈറ്റ് റാണാണ്. വൈറ്റ് റാൺ ആയിട്ടില്ല, അതായത് വെള്ളം മരുഭൂമി ആയിട്ടില്ല. ഇപ്പോൾ കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം വറ്റി കഴിയുമ്പോൾ ഇത് ഫുള്ള് നമുക്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വെള്ളം മരുഭൂമിയായിട്ട് മാറും. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ബാക്കിത്തെ ഈ ഫോസിലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ ആ അറ്റം കാണുന്നത് മൊത്തം പാകിസ്ഥാനാണ് കേട്ടോ, പാകിസ്ഥാൻ ഏരിയയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വുഡൻ ഫോസിൽ പാർക്ക്. ഇതേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ജുറാസിക് ഫോസിൽ. അതായത് ഈ കാണുന്നത് മൊത്തം അത്രയും, അതായത് 169 വർഷം മുമ്പ് ഉണ്ടായ ഒരു മരം, ആ മരവും പാറകളും തമ്മിൽ മിക്സായിട്ട് ഉണ്ടായ ഒരു ഫോസിലാണ് ഈ കാണുന്നത് മൊത്തം. ഇത് മൊത്തം ഒരു ചില്ലും കൂട്ടിൽ ഇങ്ങനെ അടച്ച് സൂക്ഷിച്ച് വെച്ചേക്കാണ്. ഇത് മൊത്തം ഒരു മരമാണ്, മരവും പാറയും തമ്മിൽ മിക്സ് ആയേക്കാണ്. അതായത് ഡൈനോസറുകളൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു വർഷം മുതലുള്ള ഒരു ഫോസിലാണ് ഈ കാണുന്നത്. കഴിഞ്ഞതേ ഈ കാണുന്നത് ഇത് മറ്റൊരു ഫോസിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അതായത് ഇവിടെ അധികം കാണാനൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ളവർക്ക് ഇത് വലിയൊരു ഉപകാരമായിരിക്കും. പിന്നെ ഈ സ്ഥലം നമുക്കൊരു ടൂറിസ്റ്റുകൾക്ക് കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. കണ്ടോ, ഇവിടെ ഫുള്ള് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫോസിൽസ് അങ്ങനെ അധികം എന്ന് പറയാനൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതേ കുറച്ച് ഈ പറഞ്ഞ മാതിരി ഇവിടെ വരണം. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ വേലികൾ പോലെ കെട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ മരത്തിൻ്റെ ഫോസിലുകൾ, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഈ വേലി ചാടി ഇങ്ങോട്ട് വന്നേക്കാണ്. ഇതിൻ്റെ ഈ വെയിറ്റ് ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞിട്ട്. ശരിക്കും വേലൊന്നും ചാടാൻ പാടില്ല. അപ്പോൾ കണ്ടോ, ഒടുക്കത്തെ വെയിറ്റാണ് ഈ ഫോസിലിന്. ഇത് മരത്തിൻ്റെ ഒരു ഫോസിലാണ്. അപ്പോൾ ഇതെനിക്കൊന്ന് തൊടാനുള്ള ഭാഗ്യം കിട്ടി. നല്ല വെയിറ്റ് ആട്ടോ, ഒടുക്കത്തെ വെയിറ്റാണ് ഈ സാധനത്തിന്. നമ്മൾ കാണുമ്പോൾ നമ്മുടെ ചെറിയൊരു മരത്തിൻ്റെ ചീളാന്ന് തോന്നുമെങ്കിലും സാധനം നല്ല വെയിറ്റാണ്. ഇപ്പം ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് റോഡ് ഓഫ് ഹെവൻ എന്ന് കണ്ടിട്ടില്ലേ, പല റീലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കണേ. അതായത് ഞാനിപ്പോൾ പ്രവീണിൻ്റെ വീട്ടിലെത്തിയിട്ട് 3ാമത്തെ ദിവസമാണ് ഇന്നേക്ക്. അപ്പോൾ അവിടെ നിന്ന് ഞാനിന്ന് രാവിലെ അവരോട് ഇവിടെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാനിപ്പോൾ ഇറങ്ങി. ഇനിയിപ്പോൾ ഞാൻ ഈ റോഡ് ഓഫ് ഹെവനിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. ഇവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഈ ഒരു റോഡ് വന്നിട്ട് 1 കൊല്ലത്തോളം ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ വീതി കൂട്ടുന്ന പരിപാടി, അതായത് സ്വർഗത്തിൻ്റെ വഴിയുടെ ഈ ഒരു വീതി ഇപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കണം.
പൊളിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ നിറച്ച് മണ്ണ് നേരിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഒന്ന് ബ്രീഫായിട്ട് പറയാം. അതായത് നമ്മൾ ആദ്യം കൊച്ചിയിൽ നിന്ന് നേരെ ബിരണ്ടിയാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു 54 കിലോമീറ്റർ വരും. അത് ബസ്സിനാണ് നമ്മൾ വന്നത്. 40 രൂപ ടിക്കറ്റായി. അപ്പോൾ അവിടെ നിന്ന് ഒരു 100 മീറ്റർ ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ടൊരു വഴി കാണും. അതാണ് റാൺ ഓഫ് കച്ചിലേക്കുള്ള വഴി. അപ്പോൾ അവിടെ പോയി എക്സ്പ്ലോർ ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഒരു നീണ്ട കിലോമീറ്റർ, 35 കിലോമീറ്റർ ഒരു മരുഭൂമി പോലത്തെ സ്ഥലമായിരുന്നു. അവിടെ നമ്മളൊന്ന് പെട്ടുപോയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് വണ്ടി കിട്ടി. അങ്ങനെ കൗഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ വീണ്ടും നേരെ ഈ പറയുന്ന തൊലാവീര എന്ന് പറയുന്ന അത്ര ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്, ഒരു ഐലൻഡാണ്. അപ്പോൾ ആ ഐലൻഡിലേക്കുള്ള വഴിയാണ് ഈ റോഡ് ഓഫ് ഹെവൻ. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ എത്തി. അങ്ങനെ പ്രവീണിനെ വിളിച്ചു. അവൻ പറഞ്ഞു അവൻ്റെ വീട്ടിൽ ഇന്ന് സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞു. ഇന്ന് മീൻസ് 2 ദിവസം മുമ്പ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ മ്യൂസിയങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. കലപ്പൻ സംസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മളിനി നേരെ വീണ്ടും തിരിച്ച് ഭുജിലേക്ക് പോവാണ്. നമ്മളെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളെ പ്രവീണിൻ്റെ റൂമിൽ, അതായത് മെഹ്റും പ്രവീണും താമസിക്കുന്ന ആ റൂമിൽ വെച്ചേക്കാണ്. അപ്പോൾ ഇനി അവിടേക്ക് തിരിച്ചു പോവാണ് ഞാൻ. ഇനി അവിടെ നിന്ന് പോർബന്തറിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.